ഞാനും എന്ത് ചേച്ചിയും വിഷ്ണുവിനും കൂടെ അടിയാ വീട്ടിൽ കിടന്ന് ഞങ്ങള് അരമണിക്കൂർ വേണ്ട 2 മണിക്കൂറല്ല എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു കാരണം ഇന്നലെ തന്നെ ഒരു ക്യാരക്ടർ ചെയ്യിപ്പിച്ചിട്ട് 14 ടേക്ക് അടുപ്പിച്ച് ആ സാധനം ഇങ്ങനെ വന്ന് മീറ്ററൊക്കെ പിടിക്കണോന്നൊക്കെ ആ അമ്മയും പറഞ്ഞായിരുന്നു. അമ്മ ഓരോരോ ഇത് പിടിക്കും. അത് വിഷ്ണുണ്ണൻ ഭയങ്കരമായിട്ട് ടെൻഷൻ ആക്കും. ഞങ്ങളുടെ വീട്ടിലൊരു രാവിലെ ഒരു 11 മണിക്ക് വരും. ഒരു വീഡിയോ എടുക്കാനോ 1 മിനിറ്റ് ഇല്ലെങ്കിൽ 1.5 മിനിറ്റ് ഒരു പ്രമോഷൻ വീഡിയോ. ആ വീട്ടിൽ നിന്ന് പോകുന്ന 5 മണിക്ക് 11 മണിക്ക് വരുന്നേ. അവസാനം പറഞ്ഞു പറഞ്ഞ അവസാനം വഴക്കായി സംസാരം വീട്ടിൽ കയറി ചെല്ലരുത്. അതല്ല വീഡിയോ എടുക്കുന്ന ഞാൻ ആൾക്കാരും കൂടെ അറിയാം. എല്ലാരും നോക്കുമ്പോൾ 1 മിനിറ്റുള്ള വീഡിയോ നമ്മളത് ഒരു ദിവസം മൊത്തം മെനക്കെട്ട് എടുക്കുന്നത്. വിഷ്ണുവിന് ഭയങ്കരമായിട്ട് പെർഫെക്ഷൻ വേണം. അത് ക്യാമറക്കകത്ത് എടുക്കും. സതീഷനൊക്കെ അങ്ങോട്ട് ഐഫോൺ എടുത്ത് വെച്ചിട്ട് അങ്ങ് എടുക്കും. ഇങ്ങനെ ക്യാമറ എടുക്കണം, ലൈറ്റ് പിടിക്കാൻ ഒരാൾ വേണം. ലൈറ്റ് പിടിക്കാൻ ഇത് വീഡിയോ എടുത്തിട്ട് 500 വട്ടം നോക്കും. എന്റെ ഫേസ് എങ്ങോട്ട്, നിന്റെ കണ്ണങ്ങോട്ട് ഇല്ലെങ്കിൽ നിന്റെ കണ്ണങ്ങോട്ട്, എന്റെ കണ്ണിങ്ങോട്ട്. എന്റെ വിഷ്ണുവിന്റെ ഏറ്റവും മെയിൻ എന്താന്ന് പറയും, മുടി. ഹരി മുടി നോക്കരി ഭീമ മുടി നോക്കി പറഞ്ഞേ ഫുള്ള് മുടിക്കാത്തിരിക്കുക. ഇയാള് ഭയങ്കര മുടി അരങ്ങി ഇറങ്ങി കിടക്കുവോ. അതുകൊണ്ട് ഞാൻ മുടി ഫുള്ള് വെട്ടിച്ച് കമന്റ് ബോക്സ് മൊത്തം എന്തിനാ ചേട്ടാ മുടി വെട്ടിയത്, ഞങ്ങളെ ബുദ്ധിമുട്ട് കൊണ്ടാണ് വെട്ടിയത്, നമുക്ക് വയ്യ തേക്ക് എടുക്കാൻ, നമ്മൾ കുഴയും. ഇത്രയും നേരം എയറിലായിരുന്നു. ഞാൻ പറയേ എന്നാ ഒരു കാര്യം ചെയ്യാം, ആശാനങ്ങ് പറയുമ്പോ അത് തെറ്റും. ഞാൻ അങ്ങനെ ഞാൻ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. വിഷ്ണുവിന് ഡയലോഗ് ഡെവലപ്പ് ചെയ്യാൻ പറയുമ്പോ ഞാൻ ഇന്ത്യ ചേച്ചിയോട് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോ തെറ്റിക്ക് നാക്കും കുരുങ്ങും കേറി. ഹരി ക്യാമറ നേരെ അടുത്ത് ഞാനുണ്ടെങ്കിൽ ഞാനായിരിക്കും നേരെ. സമ്മതിക്കില്ല. വിഷ്ണുവിന് അണ്ണന്റേതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അണ്ണന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കുടുംബത്തിന്റെ ഒരു ഭാരം മൊത്തം ഇങ്ങനെ തരയില്ല. ആ കാര്യത്തില് വിഷ്ണുവിനെ സമ്മതിക്കണം. ഒരു ആൺപിള്ളേര് ഇങ്ങനെ അത് ഈ ഒരു പ്രായത്തില് വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടും അത് മാത്രം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഹസ്ബൻഡ് ആയാലും ഇപ്പോഴും കളിച്ചിരിച്ചെടുത്തത് ഇത് വന്നിട്ടില്ല. വിഷ്ണുവാണെന്ന് വെച്ചാൽ ഇപ്പോഴേ അങ്ങനെ ഫണ്ടൊന്നും ചെലവാക്കത്തില്ല. എല്ലാം മിച്ചം പിടിച്ച് ഫുൾ ബാങ്കിലെ ലോണ് കാര്യങ്ങള്, അച്ഛൻ അമ്മ ഹോസ്പിറ്റല്. ഞാൻ എപ്പോ വിളിക്കുമ്പോഴും അങ്ങനെ ആ ഒരു കാര്യത്തിൽ മാത്രം വെച്ച് നല്ലതാ. ആ ഒരു കാര്യത്തിൽ മാത്രം. അതാണ് ഏറ്റവും വലിയ കാര്യം. 21-ാമത്തെ വയസ്സിൽ ഒരു വീടിന്റെ ഭാരം മൊത്തം അവൻ തലയിൽ ചുമന്നതാ. ഇപ്പോഴും അവന്റെ ഒരു കൺട്രോളിലാണ് ആ വീട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ അതിന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അല്ലെ നമുക്ക് ചിന്തിച്ചൂടെ, പഠിക്കുന്ന പ്രായത്തിലായാലും ഈ വീഡിയോസൊക്കെ ചെയ്താണ് ആ വീട് മുന്നോട്ട് അവൻ കൊണ്ടുപോകുന്നത്. അനിയൻ്റെ പഠിത്തം, അച്ഛൻ്റെ ചികിത്സ, അമ്മയുടെ ചികിത്സ, എല്ലാ കാര്യത്തിലും നാട്ടിൽ വരുന്ന കാര്യങ്ങൾ മൊത്തവും അവൻ്റെ ഒരു വരുമാനത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിൽ മുൻപന്തിയിൽ വിഷ്ണു പോർക്കുളം തന്നെയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.